ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് നല്ല നാടൻ കേരള സ്റ്റൈൽ ചിക്കൻ കറി വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇവിടെ ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിടാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കടുക് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകാണ് ചേർക്കുന്നത്. 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം. കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടായിരുന്നു, അതാണ് കണ്ടോ ഈ കിടന്ന് പൊട്ടുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു നിറം മാറിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിപ്പോൾ ഇവിടെ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഒരു 2 മിനിറ്റ് അതൊന്ന് സോഫ്റ്റായി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിന് 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ കൊച്ചുള്ളി ചേർക്കുമ്പോൾ നമ്മളുടെ ചിക്കൻ കറിക്കൊരു പ്രത്യേക സ്വാദാണ്. കൊച്ചുള്ളി നമ്മൾ ഏത് കറിക്ക് ചേർത്താലും ആ കറിക്കൊരു പ്രത്യേക സ്വാദ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൊച്ചുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ സവാള നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടാതാകുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഉപ്പ് കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളിനി ചിക്കനൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കാനുള്ളതാണ്. പിന്നെ ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. വാളയൊക്കെ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ മസാലയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പൊടികൾ ചേർത്തിട്ടും ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ എല്ലാ പൊടികളും കൂടി ചേർത്തിട്ട് സോട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് നമ്മൾ ഓരോ പൊടികൾ ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 4 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്ക് അതും ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി ചേർക്കുന്നത് നല്ല എരിവുള്ള മുളകാണ്, കാശ്മീരി ചില്ലി അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഗരം മസാല 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ട് വേണം നമ്മൾ തക്കാളി ചേർക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഈ പൊടികൾ ചേർത്തിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഒട്ടും മടി വിചാരിക്കാൻ പാടില്ല. നല്ല രീതിയിൽ തന്നെ കുറച്ച് ടൈം എടുത്ത് തന്നെ അത് വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴേ നമ്മളുടെ കറിക്ക് ആ ഒരു സ്വാദ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ തക്കാളി കുക്കാൻ നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് കുക്കായി കിട്ടും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. തക്കാളി കുക്കായി വരട്ടെ. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തവി യൂസ് ചെയ്ത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ ആവശ്യത്തിന് ഓയിലുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മളുടെ കറിക്ക് സ്വാദ് കിട്ടുള്ളൂ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പൊടികൾ ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഓയിൽ ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 2 സ്പൂൺ ഗ്രേവി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കൂടുതലൊന്നും വേണ്ട കേട്ടോ, 2 സ്പൂൺ മതി. എന്നിട്ടത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റായിട്ട്, വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റായിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ നമ്മളുടെ ഗ്രേവി ഉണ്ടല്ലോ, ചിക്കൻ കറിയുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. അതുമാത്രമല്ല ഒരു പ്രത്യേക സ്വാദും കൂടിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ഞാനിപ്പോൾ
പറഞ്ഞു 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോരാ, ചിക്കനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ചേർക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ അവസാനം ഉപ്പ് കൂടിപ്പോവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അഥവാ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങും. നമ്മളല്ലാതെ ഇതിലിപ്പോൾ അഡീഷണൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിനൊരു 7 മിനിറ്റ് ആകുമ്പോഴേക്കും തുറന്ന് നോക്കാം. 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രേവി ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുക്കായി വരാൻ വേണ്ടുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. അത് നമുക്ക് വേണ്ടുന്ന ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. അതിപ്പോൾ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ അതിൽ ബാലൻസ് ഉള്ളതൊക്കെ ഇങ്ങനെ പോന്നോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചിക്കൻ പീസൊക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന പരുവത്തിനാണ് നമ്മൾ വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു നാരങ്ങയുടെ പകുതി കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ നാരങ്ങ നീര് ചേർക്കുമ്പോൾ നമ്മളുടെ ചിക്കൻ നല്ല സോഫ്റ്റും ആവും, അതുപോലെ തന്നെ പെട്ടെന്ന് കുക്കായും കിട്ടും. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിക്കൻ നന്നായി കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കായി വന്നോന്നറിയാം, ഒരു പീസ് എടുത്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി അവസാനമായിട്ട് നമുക്കൊരു 1/4 സ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ ചിക്കൻ കറി റെഡിയാണ്. ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു, ഞാൻ പിന്നീട് ആഡ് ചെയ്തതൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.